കഥയെ ആരംഭിക്കുന്നത് ഗബ്രിയേൽ എന്ന മാലാഖയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മൊബൈൽ ഫോൺ നോക്കി വാഹനം ഓടിക്കുന്നവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഗബ്രിയേൽ മാലാഖയുടെ പ്രധാനപ്പെട്ട ജോലി. ഗബ്രിയേൽ വിചാരിച്ചാലല്ലാതെ മനുഷ്യർക്ക് ഗബ്രിയേലിനെ കാണാനും സാധിക്കില്ല. എന്നിരുന്നാലും ഗബ്രിയേലിന് തന്റെ ഈ ജോലി അത്ര താല്പര്യമുള്ളതായിരുന്നില്ല. മൊബൈൽ ഫോൺ നോക്കി ടെക്സ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന പലരെയും അദ്ദേഹം അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ടെങ്കിലും മനുഷ്യർക്കായി കുറച്ചുകൂടി വലിയെന്തെങ്കിലും ചെയ്യണം എന്നാണ് എപ്പോഴും അദ്ദേഹം ആലോചിക്കാറുള്ളത്. ഗബ്രിയേൽ ചെറിയ സ്ഥാനത്തുള്ള ഒരു മാലാഖയാണ്. ഗബ്രിയേലിന് ഒരു സൂപ്പർവൈസറും ബോസുമൊക്കെയുണ്ട്. മാർത്ത എന്നാണ് ആ സൂപ്പർവൈസർ മാലാഖയുടെ പേര്. മാർത്തയാണ് മറ്റു മാലാഖമാരെയൊക്കെ നിയന്ത്രിക്കുന്നതും. സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ ഹലീമ എന്ന മാലാഖയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ വീഴാനായി പോകുന്ന മനുഷ്യരെ രക്ഷിക്കുന്ന മാലാഖയാണ് എറിക്. അങ്ങനെ ഓരോരോ മാലാഖമാർക്കും ഓരോരോ ഡ്യൂട്ടികളുണ്ട്. ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യരെ, ജീവിതം നഷ്ടപ്പെട്ടു മടുത്തു എന്ന് ചിന്തിക്കുന്നവരെ നേരായ പാത കാണിച്ച് തിരികെ കൊണ്ടുവരുന്ന മാലാഖയാണ് അസ്രായേൽ. മാലാഖമാരെല്ലാം ഒന്നിച്ചുള്ള ഒരു സമയത്ത് താൻ രക്ഷിച്ച ചില മനുഷ്യരുടെ കാര്യങ്ങളെപ്പറ്റി അസ്രായേൽ എല്ലാവരോടും പറഞ്ഞു. ഒരാള് നയാഗ്ര ഫോൾസിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ കൃത്യസമയത്താ ഞാൻ അവിടെ എത്തിപ്പെട്ടത്. അവന് നേരായ വഴി ഞാൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ആ മനുഷ്യൻ തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഈ കഥകളൊക്കെ ഗബ്രിയേലും കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോ തനിക്കും അസ്രായേലിനെ പോലെ ആകണം എന്ന് ഗബ്രിയേലിന്റെ ഉള്ളിലെ ആഗ്രഹം വളർന്നു. ജീവിതം മടുപ്പ് പിടിച്ചു നിൽക്കുന്നവരെ തിരിച്ച് സന്തോഷമുള്ള ജീവിതത്തിലേക്ക് എത്തിക്കണം. അതാണ് ഗബ്രിയേലിന് വേണ്ട ജോലി. ഗബ്രിയേൽ മാർത്തയുടെ അടുത്തു ചെന്ന് പറഞ്ഞു, എനിക്കും അസ്രായേലിനെ പോലെയാകണം. ജീവിതം മടുത്ത ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. മാർത്ത ഗബ്രിയേലിനോട് പറഞ്ഞു, ശരി, പക്ഷേ അതിനാദ്യം നീ അതിന് പറ്റിയ ഒരാളെ കണ്ടെത്ത്. ജീവിതം അത്രത്തോളം മടുത്ത ഒരാളെ. കഥ അവിടെ നിന്നും അർജ് എന്ന വ്യക്തിയിലേക്ക് തിരിയുന്നു. അർജാകട്ടെ ഫോണിൽ ടെക്സ്റ്റ് ഒക്കെ ചെയ്ത് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളിലേക്കും ജോലിക്കായി അർജ് CV അയച്ചിരുന്നു. പക്ഷെ ആ CVകളൊക്കെ തന്നെയും റിജക്റ്റ് ചെയ്യപ്പെട്ടു. ജീവിതം അവനും മടുത്തു തുടങ്ങിയിരുന്നു. ഞാനെല്ലാം അവസാനിപ്പിക്കാൻ പോകുവാണ് എന്ന് നിരാശയോടെ തന്റെ കൂട്ടുകാരനവൻ ടെക്സ്റ്റ് ചെയ്തു. ഇതെല്ലാം അർജിന്റെ കാറിലിരുന്ന് ഗബ്രിയേൽ കാണുന്നുമുണ്ടായിരുന്നു. ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ ശ്രദ്ധ തിരിച്ചപ്പോൾ അർജന്റെ കാറ് ഒരു ട്രക്കിലേക്ക് ഇടിച്ചു കയറാൻ പോവുകയാണ്. ഗബ്രിയേൽ പെട്ടെന്ന് അവനെ സ്പർശിച്ചു. ഞെട്ടലോടെ അവൻ ബ്രേക്ക് ചവിട്ടി കാറ് നിർത്തി. അതുകൊണ്ട് മാത്രം അർജ് രക്ഷപ്പെട്ടു. ജീവിക്കാൻ വേണ്ടി നിരവധി ജോലികൾ അർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പോന്ന അർജ് വണ്ടി ഒതുക്കി ഒരു ഷോപ്പിലേക്ക് ചെന്നു. അവിടെ നീണ്ട ക്യൂ തന്നെയുണ്ട്. വളരെ ഫേമസ് ബേക്കറിയാണത്. അവിടെ ഒരു ഫേമസ് വിഭവവുമുണ്ട്. അത് വാങ്ങാനായിരുന്നു അവൻ ക്യൂ നിന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് ക്യൂവിൽ നിൽക്കുന്നവരോട് പറഞ്ഞത്, ക്ഷമിക്കണം, ഇന്നത്തേക്കുണ്ടായിരുന്നതെല്ലാം തന്നെ വിറ്റു തീർന്നു. നിങ്ങൾ അടുത്ത ദിവസം വരൂ. 2 മണിക്കൂറോളമായി അർജ് അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് ടാസ്ക് കിട്ടിയ ആ ആപ്പിൽ കയറി അതിലെ നമ്പർ എടുത്ത് ഓർഡർ തന്ന കസ്റ്റമറെ വിളിച്ച് അർജ് പറഞ്ഞു, ഞാൻ 2 മണിക്കൂറിലധികം ക്യൂവിൽ നിന്നു. പക്ഷേ സാധനം സ്റ്റോക്ക് ഔട്ടായി. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് ടിപ്സ് എങ്കിലും നൽകണം. അർജിന് മറുപടി ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, മറുവശത്തുള്ള വ്യക്തി കോൾ കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അർജ് അങ്ങനെ നിൽക്കെ അങ്ങോട്ടേക്ക് മറ്റൊരാൾ കടന്നു വന്നു. കാഴ്ചയിൽ തന്നെ സമ്പന്നനാണെന്ന് വ്യക്തം. ജെഫ് എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ എത്തിയതും സ്റ്റാഫ് അയാൾക്ക് ആ ഭക്ഷണം എടുത്തു കൊടുത്തു. അർജ് സ്റ്റാഫിനോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞതെല്ലാം വിറ്റു തീർന്നെന്ന്? ഉടൻ അവർ മറുപടി പറഞ്ഞു, ഓ അതോ, അത് ജെഫാണ്. അദ്ദേഹം നമ്മുടെ ബേക്കറിയിൽ ഒരു ഇൻവെസ്റ്റർ കൂടിയാണ്. ആ ഫുഡ് ഞങ്ങൾ അദ്ദേഹത്തിനടുത്ത് മാറ്റിവെച്ചിരുന്നു. പണമുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തും നേടാൻ പറ്റും എന്ന് അർജിന് അത് കണ്ടപ്പോൾ തോന്നി. അർജിന്റെ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുമൊക്കെ ഗബ്രിയേൽ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ആപ്പിൽ വരുന്ന ടാസ്കുകൾ എടുത്ത് അത് തീർക്കുന്നതല്ലാതെ വെയർഹൌസിലും അർജ് ജോലി നോക്കിയിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുന്നു. അലീന എന്നാണ് അവളുടെ പേര്. ബ്രേക്ക് ടൈമിൽ അവൾ അർജിന്റെ അടുത്തെത്തി പരിചയപ്പെട്ട് സംസാരിച്ചു. പതിവ് പോലെ രാത്രി അർജ് ഭക്ഷണം കഴിക്കുന്ന സ്ട്രീറ്റ് ഫുഡ് സ്പോട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അലീനയും അവിടെ വന്നിട്ടുണ്ട്. അവരിരുവരും കണ്ടുമുട്ടി സംസാരിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. രണ്ടുപേരും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരാണ്. ഒരേ സമയം പല ജോലികൾ ചെയ്യുന്നതുകൊണ്ട് അർജുൻ എപ്പോഴും ഉറക്കം കുറവാണ്. ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ പോലും നല്ല ഉറക്കം കിട്ടാറില്ല. എപ്പോഴും ടെൻഷനാണ്. അക്കാര്യം പറഞ്ഞപ്പോ അലീന പറഞ്ഞു, ഉറങ്ങാൻ വേണ്ടി ഒരു സൂത്രമുണ്ട്. എനിക്ക് രാത്രി ഉറക്കം കിട്ടാത്തപ്പോ ഞാനൊരു ആപ്പില് ഉറങ്ങാനുള്ള കഥകൾ കേൾക്കും. അപ്പോ പെട്ടെന്ന് ഉറക്കം വരും. സിനിമാ കഥകൾ കേട്ട് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുമല്ലോ. നമുക്ക് വീണ്ടും കഥയിലേക്ക് കടക്കാം. എന്തായാലും അന്ന് അലീനയുമായി അർജ് യാത്ര പറഞ്ഞു പിരിഞ്ഞു. അർജുന് താമസിക്കാൻ വീടൊന്നുമില്ല. തന്റെ കാറായിരുന്നു
അർജുന്റെ താമസ സ്ഥലം. രാത്രി പറ്റുന്നൊരിടത്തു കൊണ്ടുപോയി അവൻ കാർ പാർക്ക് ചെയ്യും. ഗ്ലാസ് മറച്ച് സീറ്റ് മറിച്ച് അതിൽ കിടന്നുറങ്ങും. രാത്രി നാട്ടിൽ നിന്ന് അർജുന്റെ അച്ഛന്റെ കോൾ വന്നു. ജോലിക്കാര്യം എന്താ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞതും അച്ഛൻ ശകാരത്തോടെ പറഞ്ഞു, നീ അവിടെ ഇങ്ങനെ CV ഒക്കെ സബ്മിറ്റ് ചെയ്ത് നടന്നു. നിന്റെ കസിൻ നവീനില്ലേ, അവന് മൈക്രോസോഫ്റ്റിലൊക്കെ വളരെ വലിയ ജോലി കിട്ടി. അവനെ കണ്ട് പഠിക്കടാ. അത് കേട്ടതും അർജാക വല്ലാതായി. അലീന പറഞ്ഞ പോലെ സ്റ്റോറീസ് കേട്ട് ഉറങ്ങാനായിരുന്നു അവന്റെ പ്ലാൻ. സ്റ്റോറി വെച്ചവൻ ഉറങ്ങാൻ കിടന്നതുമാണ്. ഉറക്കമൊന്ന് പിടിച്ചു വന്നപ്പോഴേക്കും ആപ്പിൽ പരസ്യത്തിന്റെ ശബ്ദം ഉയർന്നു കേട്ടു. അർജു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി. മൊത്തത്തിൽ അർജു ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അർജുനെ നിരീക്ഷിച്ച് പിന്നാലെ ഉണ്ടായിരുന്ന ഗബ്രിയേൽ നോക്കിക്കാണുന്നുണ്ട്. അടുത്ത ദിവസം ഗബ്രിയേൽ മാർത്തയെ കാണാൻ പോയി. മാർത്തയ്ക്ക് അടുക്കൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ ജീവിതം അടുത്ത ഒരാളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു, കാറിലാണ് ഉറങ്ങുന്നത്, ആത്മഹത്യ ചെയ്യാനുള്ള ചിന്ത പോലുമുണ്ട്. മാർത്ത പറഞ്ഞു, ഓ അങ്ങനാണോ? അങ്ങനാണെങ്കിൽ നീ അവന് നേരായ വഴി കാണിച്ചു കൊടുക്ക്. പക്ഷെ ശ്രദ്ധിക്കണം, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയ അതിന്റെ ശിക്ഷ നിന്നിലേക്ക് തന്നെ വന്നു ചേരും. ശരി പറഞ്ഞ് ഗബ്രിയേൽ അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം രാത്രി പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തുറങ്ങുകയായിരുന്നു അർജ്. സെക്യൂരിറ്റി വന്ന് അർജുനെ വിളിച്ചുണർത്തി. കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കും എന്നൊക്കെ ദേഷ്യപ്പെട്ടു. മറ്റു വഴികളില്ലാതെ അവിടെ നിന്ന് അർജുനെ കാർ മാറ്റേണ്ടി വന്നു. അടുത്തുള്ള ഒരു ജിമ്മിലെ വാഷ്റൂമിലായിരുന്നു അർജ് വൃത്തിയാവുന്നതൊക്കെയും. അർജ് പതിവ് പോലെ ജിമ്മിലെത്തി ഫ്രഷ് ആവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോഴാണ് ലിയോണാർഡ് എന്ന വ്യക്തി അങ്ങോട്ടേക്ക് വരുന്നത്. ആളും അർജുനെ പോലെ വീടില്ലാത്ത വ്യക്തിയാണ്. ലിയോണാർഡ് അർജുന്റെ അടുക്കൽ അല്പം പേസ്റ്റ് കടം ചോദിച്ചു. തന്റെ പേസ്റ്റിൽ കുറച്ചു മാത്രമേ ബാക്കിയുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് അർജ് കുറച്ച് ലിയോണാർഡിന് കൊടുത്തു. തനിക്കിന്ന് ഒരു ഡേറ്റിംഗ് ഉണ്ടെന്നും ഒരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പല്ല് തേക്കണം എന്നും ചെറുചിരിയോടെ ലിയോണാർഡ് പറഞ്ഞു. ഗബ്രിയേൽ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു പാവമാണ് അർജുന് ഗബ്രിയേൽ നോക്കിക്കണ്ടു. അങ്ങനെ ഇരിക്കെയാണ് അർജുന് താൻ ജോലി ടാസ്ക് എടുക്കുന്ന ആപ്പിൽ ഗ്യാരേജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ജോലി കിട്ടുന്നത്. അർജ് അങ്ങോട്ടേക്ക് എത്തി. അത് സമ്പന്നനായ ജെഫ് എന്ന ആ വ്യക്തിയുടെ വീട് തന്നെയായിരുന്നു. ജെഫിന് മനസ്സിലായില്ലേ, ബേക്കറിയിൽ ക്യൂ നിൽക്കുകയൊന്നും ചെയ്യാതെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ വന്ന് എളുപ്പത്തിൽ ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയ വ്യക്തി അദ്ദേഹത്തിന്റെ വീട് തന്നെ. അങ്ങോട്ടേക്കെത്തിയ അർജുനെ സ്വാഗത മനോഭാവത്തോടെ ജെഫ് വെൽക്കം ചെയ്തു. അത്ര വലിയ സമ്പന്നനാണ് എന്നതിന്റെ തലക്കനമൊന്നും ജെഫിനുണ്ടായിരുന്നതേയില്ല. വീടിനകത്തേക്ക് കയറി നടക്കുമ്പോ മറുവശത്തായി പാർക്ക് ചെയ്തിട്ടുള്ള ജെഫിന്റെ ലക്ഷറി കാറുകൾ അർജ് നോക്കിക്കണ്ടു. അതിലൊരു ക്ലാസിക് പോർഷെ കാറിനെ കുറിച്ച് അർജ് ചോദിച്ചു. ജെഫ് പറഞ്ഞു, ഞാനത് ജസ്റ്റ് കളക്ട് ചെയ്തു വെച്ചതാണ്. എനിക്ക് ഈ മാനുവൽ ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല. പിന്നാലെ ക്ലീൻ ചെയ്യേണ്ട ഗ്യാരേജ് ജെഫ് അർജുനെ കാണിച്ചു കൊടുത്തു. ശേഷം പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് ധൈര്യമായി കയറി വന്നോളൂ, ഞാൻ അവിടെയുണ്ട്. അർജ് പിന്നാലെ തന്റെ ജോലി ആരംഭിച്ചു. ജോലി തീർത്ത് ജെഫിനടുത്തെത്തി. ക്ലീൻ ചെയ്തതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് വരെ കാണിച്ചു. ജെഫ് ആകട്ടെ അത് കണ്ട് ഇംപ്രസ്ഡുമായി. ആ സമയത്ത് ഒരു പ്രത്യേക വിഭവം ജെഫ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നീ കഴിച്ചിട്ടുണ്ടോ എന്ന് ജെഫ് അർജുനോട് ചോദിച്ചു. ഇതുവരെ കഴിച്ചിട്ടില്ലെന്നായിരുന്നു അർജുന്റെ മറുപടി. എങ്കിൽ എന്റെ കയ്യിൽ നിന്നാവട്ടെ ആദ്യമായി നീ ഇത് രുചിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഭക്ഷണത്തിൽ ഒരു പങ്ക് അദ്ദേഹം അർജുന് കൊടുത്തു. കഴിച്ചപ്പോ തന്നെ അതിന്റെ രുചി അർജുന് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴാണ് അർജുൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ജെഫിന് അസിസ്റ്റൻസ് ഒന്നുമില്ല. അർജാണെങ്കിൽ നല്ലൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ അവസരത്തിൽ അർജു ചോദിച്ചു, താങ്കൾക്ക് കഴിയുമെങ്കിൽ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തരാമോ? എനിക്കെല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. താങ്കളുടെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യാം. താങ്കൾക്ക് വേണ്ട എന്ത് കാര്യവും ചെയ്തു തരാം. പക്ഷേ ജെഫ് അർജുനെ ആദ്യമായി കാണുകയാണ്. അത്തരത്തിൽ ആദ്യമായി കാണുന്ന ഒരാളെ തന്റെ അസിസ്റ്റന്റായി ജോലിക്ക് നിർത്താൻ ജെഫിന് കുറച്ച് ഭയവും മടിയും ഉണ്ടായിരുന്നു. എന്നാൽ അർജുന്റെ സംസാരവും ജോലിയിലുള്ള ആ ഒരു കോൺഫിഡൻസും താല്പര്യവുമെല്ലാം ജെഫിന് ഇഷ്ടമായി. ജെഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ചത്തേക്ക് നിനക്ക് ഞാൻ ജോലി തരാം. ആ ആഴ്ചയിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നീ ക്വാളിഫൈഡ് ആണെന്ന് തോന്നിയ നിന്നെ പെർമനന്റ് ആക്കാം. അർജ് അത് കേട്ടതും സമ്മതിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ജെഫിന്റെ എല്ലാ കാര്യങ്ങളും അർജായിരുന്നു നോക്കുന്നത്. മെയിൽസ് ചെക്ക് ചെയ്യൽ, അപ്പോയിന്റ്മെന്റ്സ് നോക്കൽ, ജെഫ് സ്വിമ്മിംഗ് പൂളിൽ സമയം ചിലവിടുമ്പോ ഭക്ഷണം കൊണ്ടുകൊടുക്കൽ, ജെഫിന് വേണ്ടി ഇൻസ്റ്റഗ്രാം റീൽസ് ഷൂട്ട് ചെയ്യൽ, സകലതും അർജുന്റെ പണിയായി മാറി. വൈകാതെ ജെഫിന്റെ 40ാം പിറന്നാൾ വരികയായിരുന്നു. വലിയ പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡാൻസ് പ്രാക്ടീസ് വരെ നടക്കുന്നുണ്ടായിരുന്നു. കാറുകൾ പോലെ തന്നെ ജെഫിന് ഇഷ്ടമുള്ള മറ്റൊരു കളക്ഷൻ ആയിരുന്നു വാച്ചുകളുടേത്. മില്യൺസ് വില വരുന്ന വാച്ച് കളക്ഷൻ ജെഫിനുണ്ട്. ആരും കുതിക്കുന്ന ആഡംബര ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. ആരും കുതിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലും
അങ്ങനെ ഒരാഴ്ചക്കാലം കടന്നുപോയി. അർജുന്റെ ജോലിയിലെ മികവ് കണ്ട് ജെഫ് അർജുന് പെർമനന്റ് ജോലി നൽകി. അർജുൻ ഉപയോഗിക്കാൻ ഒരു ക്രെഡിറ്റ് കാർഡും കൊടുത്തു. ആ സമയം പ്രത്യേകം ഒരു കാര്യം ജെഫ് പറഞ്ഞു, ജോലി സംബന്ധമായ എല്ലാ ചെലവുകൾക്കും നിനക്ക് ഈ കാർഡ് ഉപയോഗിക്കാം, നിന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിച്ചേക്കരുത്. ജെഫിന്റെ ജീവിതവും എല്ലാം അർജ് കാണുന്നതാണല്ലോ. തന്റെ ഒരു സംശയം അർജ് ചോദിച്ചു, സാർ, താങ്കൾ ഈ ഓഫീസിൽ പോകുന്നതും ജോലി ചെയ്യുന്നതും ഒന്നും ഞാൻ കാണുന്നില്ല, താങ്കൾക്ക് പിന്നെ എവിടെ നിന്നാണ് ഇത്രയധികം പണമുണ്ടാവുന്നത്? ജെഫ് മറുപടി കൊടുത്തു, ഞാൻ എന്റെ യുവത്വത്തിൽ ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ ഒരുപാട് പണം നിക്ഷേപിച്ചിരുന്നു. ആ കമ്പനികൾ വളർന്നപ്പോ എന്റെ ഷെയറും വളർന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് പണം സമ്പാദിക്കാനും പറ്റി. നീ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു ആപ്പില്ലേ, ഓരോ ചെറിയ ടാസ്കുകൾ കിട്ടുന്ന ആ ഒരു ആപ്പ്, അതിന്റെ ഓണറും ഞാൻ തന്നെയാണ്. ആ കമ്പനിയിൽ എനിക്ക് വലിയ ഷെയറുണ്ട്. രാത്രിയിൽ അർജ് ഹോട്ടലിലായിരുന്നു താമസിക്കുന്നത്. അർജ് അന്ന് അലീനയെ കോൾ ചെയ്തു. നാളെ നമുക്ക് ഒരു ഡേറ്റിന് പോയാലോ എന്ന് ചോദിച്ചു. അലീനയിൽ നിന്ന് യെസ് ലഭിച്ചതും അർജുന് സന്തോഷം തോന്നി. അടുത്ത ദിവസം ജോലിക്കായി അർജ് എത്തി. ജെഫ് പറഞ്ഞു, ഇന്നലെ രാത്രി ഇവിടെ ഒരു കള്ളം കയറാൻ ശ്രമിച്ചു. ഞാനിവിടെ ഇല്ലാത്തപ്പോ എന്തെങ്കിലും അതുപോലെ സംഭവിച്ച ദാ ഈ ഷെൽഫില്ലേ, ഇത് പാസ്വേഡ് അടിച്ചു തുറക്കണം. അതിന്റെ അകത്തിന്റെ തോക്കുണ്ട്. ആരെങ്കിലും കയറിയ ഒന്നും നോക്കണ്ട, ആദ്യം വെടിവെച്ചേക്ക്, പിന്നെ കാര്യങ്ങൾ ചോദിച്ചാ മതി. സാർ, അപ്പൊ കേസാവില്ലേ? നീ പേടിക്കണ്ട, എനിക്ക് ലൈസൻസ് ഉണ്ട്. നീ വെടിവെച്ചാലും അത് ഞാൻ വെടിവെച്ച പോലെ കണക്കാക്കൂ. പിന്നാലെ അർജു പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ഉണ്ടാവില്ല. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് അവളുടെ കൂടെ ഡേറ്റിന് പോവുക. ഓഹോ, അവൾക്കറിയാമോ? ഇതുവരെ ഇല്ല. ഇന്ന് തുറന്നു പറയണം. എവിടേക്കാ പോകുന്നേ? ടാക്കോസ് കഴിക്കാൻ. ടാക്കോസ് കഴിക്കാനോ? നീ ആ ഡെൻസ്മോർ റെസ്റ്റോറന്റിൽ പോ, അതാ നല്ലത്. ഇല്ല സാർ, അത് എക്സ്പെൻസീവ് ആയിരിക്കും. ഇത്രയൊന്നുമില്ല. അർജുന്റെ ഷർട്ടിൽ കോഫിക്കറ പറ്റിയിരുന്നു. ജെഫ് അത് ശ്രദ്ധിച്ചു. പിന്നാലെ ചോദിച്ചു, നീ ഇതും ഇട്ടുകൊണ്ടാണോ ഡേറ്റിന് പോകുന്നേ? ഇത് ശരിയാവില്ല. അതും പറഞ്ഞ് ജെഫ് തന്റെ വില കൂടിയ ജാക്കറ്റ് എടുത്ത് അർജുന് ധരിക്കാൻ കൊടുത്തു. അർജുന് വലിയ സന്തോഷം തന്നെ തോന്നിയിരുന്നു. അങ്ങനെ ജെഫ് പറഞ്ഞ അതേ റെസ്റ്റോറന്റിലേക്ക് അർജ് അലീനയെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഇരുവരും സംസാരിച്ചു. തങ്ങളുടെ ഇഷ്ടം അവർ പരസ്പരം പങ്കുവെച്ചു. അർജ് മെനു നോക്കിയപ്പോഴോ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അലീനയും അത് നോക്കിക്കണ്ടു. അലീന പറഞ്ഞു, ഒരുപാട് പൈസയാവുമല്ലോ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. അത് വേണ്ട, ഇവിടുന്ന് തന്നെ കഴിച്ചാ മതി. അർജ് മറുപടി കൊടുത്തു. പിന്നാലെ ഭക്ഷണവും ഷാമ്പയിനും ഓർഡർ ചെയ്തു. ഒടുവിൽ ബില്ലും വന്നു. $335 നമുക്ക് ഈ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാം. അലീന പറഞ്ഞെങ്കിലും അർജുൻ അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അർജുന്റെ പക്കൽ അത്രയും തുകയുമില്ല. ഒടുവില് ജെഫ് നൽകിയ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അർജ് ഉപയോഗിച്ചു. ജെഫ് അത് പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അടുത്ത ദിവസം ജെഫ് അതിനെപ്പറ്റി അർജുനെ ചോദ്യം ചെയ്തു. അർജ് ജെഫിനോട് അപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണം, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്. വേണമെങ്കിൽ എന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോളൂ, ഞാനിത് ആവർത്തിക്കില്ല. പക്ഷേ ജെഫ് അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. അർജുനെ കണ്ടീഷൻസ് ലംഘിച്ചതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് അയാൾ പിരിച്ചുവിട്ടു. എന്തായാലും അർജ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പണ്ട് മൊബൈൽ ആപ്പിൽ ചെയ്തിരുന്ന ജോലി കിട്ടുമോ എന്ന് നോക്കി. പക്ഷേ അതിൽ നിന്നും അവൻ ബാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. പണത്തിനാണെങ്കിൽ ആവശ്യവുമുണ്ട്. ഒടുവിൽ അവൻ തന്റെ പ്ലാസ്മ ഡൊണേറ്റ് ചെയ്ത് കുറച്ച് പണം സമ്പാദിച്ചു. ഒടുവിൽ ഒരു റെസ്റ്റോറന്റിലെത്തി. അവിടെ കിടന്നവൻ ഉറങ്ങിപ്പോയി. വെയിറ്റർ വന്ന് അവനെ ഇറക്കി വിട്ടുകഴിഞ്ഞ് പുറത്തു വന്നപ്പോഴോ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന തന്റെ കാറ് കാണുന്നില്ല. കുറെ അൺപെയ്ഡ് ആയിട്ടുള്ള പാർക്കിംഗ് ടിക്കറ്റ് കാറിനുണ്ടായിരുന്നതാണ്. അവന്റെ കാർ ടോ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. അർജാഗ തകർന്നിരുന്നു. തകർച്ചയുടെ ഏറ്റവും താഴെ അവൻ എത്തിച്ചേർന്നു. ഇനി അവന് മുമ്പോട്ടേക്ക് പോവാൻ പറ്റില്ല എന്ന ഘട്ടമെത്തിയിരിക്കുന്നു. ഗബ്രിയേൽ അവനെ നിരീക്ഷിച്ചുണ്ടായിരുന്നല്ലോ. ആ അവസ്ഥ ഗബ്രിയേൽ മനസ്സിലാക്കി. അവനടുത്തേക്ക് ഗബ്രിയേൽ കടന്നു വന്നു. തന്നെ സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് ഗബ്രിയേൽ എന്നാണ്, ഞാനൊരു മാലാഖയാണ്. അർജ് ചോദിച്ചു, താനെന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ നിന്ന് വന്നതാണോ? ഗബ്രിയേൽ തൊട്ടുപുറകെ അർജുന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ സകലതും പറഞ്ഞു. പിന്നാലെ കൂട്ടിച്ചേർത്തു, നിനക്കിപ്പോ ജീവിതം മടുത്തെന്ന് വരെ എനിക്കറിയാം. നീ ചിലപ്പോ ആത്മഹത്യ ചെയ്യാൻ തയ്യാറുമായിരിക്കും. പക്ഷെ ഒരിക്കലും അതിലേക്കൊന്നും ചിന്തിക്കരുത്. നിനക്ക് നല്ല ഭാവിയുണ്ട്. ഞാൻ നിന്റെ ഭാവി കാണിച്ചു തരാം. പിന്നാലെ ഗബ്രിയേൽ അർജുനെ ഒന്നു തൊട്ടു. അർജ് തന്റെ ഭാവി നോക്കി കണ്ടു. ഫാക്ടറിയിൽ ചെറിയൊരു ജോലി. അർജുൻ അലീനയും വിവാഹം കഴിഞ്ഞ് ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒരു ദിവസം കുട്ടികൾക്ക് ടൂർ പോകാൻ കാശ് വേണം എന്ന് അലീന പറഞ്ഞപ്പോ തന്റെ പക്കലില്ലെന്ന് അർജു മറുപടി പറഞ്ഞു. ഇതെല്ലാം ഭാവിയിലേക്ക് പോയി അർജു നോക്കിക്കണ്ടിരുന്നു. തിരികെ എത്തിയ അർജ് ഗബ്രിയേലിനോട് ചോദിച്ചു, ഇത്ര വർഷം കഴിഞ്ഞിട്ടും എന്റെ ജീവിതം മുമ്പോട്ട് പോയിട്ടും എന്റെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുന്നില്ലേ? ഇതാണോ എന്റെ ഭാവി? ഇതിലും നല്ലത് ഞാൻ ദേ ഇപ്പോ തന്നെ ചാവുന്നതാ. ഞാൻ ആഗ്രഹിച്ചത് ഈ ജീവിതമൊന്നുമല്ല. ജീവിക്കണമെങ്കിൽ ആ ജെഫിനെ പോലെ ജീവിക്കണം. ഗബ്രിയേലുടൻ മറുപടി പറഞ്ഞു, പണമുണ്ടെന്ന് വെച്ച് എല്ലാ
സന്തോഷങ്ങളും ഉണ്ടാവണമെന്നില്ല. പണമുണ്ടെങ്കിൽ എന്തും കിട്ടും. അതായിരുന്നു അർജുന്റെ മറുപടി. എങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഗബ്രിയേൽ അർജുന്റെ തോളിലൊന്ന് തട്ടി. കണ്ണു തുറക്കുമ്പോ അർജുള്ളത് ഒരാഡംബര കാറിന്റെ അകത്താണ്. മുമ്പ് പാർക്കിൽ നിന്ന് അർജുനെ ചീത്ത പറഞ്ഞോടിച്ചിരുന്ന അതേ സെക്യൂരിറ്റി സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തു പോകൂ സാർ എന്നൊക്കെ അർജുനോട് പറയുന്നു. അർജുനൊന്നും മനസ്സിലാകുന്നില്ല. കാറിൽ ഹോം ലൊക്കേഷൻ ഉണ്ട്. ഓട്ടോ പൈലറ്റ് മോഡിൽ കാർ ഹോമിലേക്ക് എത്തി. ഇറങ്ങുമ്പോ അത് ജെഫിന്റെ വീടാണ്. അർജുന്റെ കാർ അവിടെ പുറത്ത് കിടക്കുന്നുണ്ട്. അർജ് അകത്തേക്ക് ചെന്നപ്പോ ജെഫ് അടുത്തേക്ക് ഓടി വന്നു. പിന്നാലെ പറഞ്ഞു, സാർ ഗ്യാരേജ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അർജുനൊന്നും മനസ്സിലാകുന്നില്ല. ഇത് ആരുടെ വീടാണ്? അർജ് ചോദിച്ചു. ഇത് സാറിന്റെ വീടല്ലേ, സാറെന്താ ഇങ്ങനെ ചോദിക്കുന്നേ എന്നായിരുന്നു ജെഫിന്റെ മറുപടി. അർജ് നോക്കുമ്പോ ആ വീട് അർജന്റേതായി മാറിയ രീതിയിലാണുള്ളത്. എല്ലായിടത്തും അർജുന്റെ ഫോട്ടോസും മറ്റും. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. താൻ പറഞ്ഞ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഗബ്രിയേൽ മാലാഗ ജെഫിന്റെയും അർജുന്റെയും ജീവിതം സ്വിച്ച് ചെയ്തിരിക്കുന്നു. ജെഫിന്റെ സ്ഥാനത്ത് ഇപ്പോൾ അർജും, അർജുന്റെ സ്ഥാനത്ത് ഇപ്പോൾ ജെഫുമാണുള്ളത്. അർജുനൊന്നും മനസ്സിലാവാതെ നിൽക്കെ ഗബ്രിയേൽ അവന്റെ അടുത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. അടുത്ത ഒരാഴ്ചത്തേക്ക് നിനക്ക് ജെഫിന്റെ ഈ ജീവിതം ജീവിക്കാം. അപ്പോൾ ജെഫോ, അവനിതൊന്നും അറിയില്ലേ? ഇല്ല, അവൻ ഈ കാര്യങ്ങളെ പറ്റിയൊന്നും ഓർമ്മയില്ല. അവനിപ്പോൾ നിന്റെ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുന് സന്തോഷമായി. തനിക്ക് വീണ് കിട്ടിയ ആ ലക്ഷറി ജീവിതം അർജ് അടിച്ചു പൊളിക്കാൻ ആരംഭിച്ചു. അപ്പോഴും ഡേറ്റിന് പോവാൻ അർജ് തിരഞ്ഞെടുത്തത് അലീനയെ തന്നെയായിരുന്നു. ഗബ്രിയേൽ ഓർമ്മിപ്പിച്ചു, നിന്റെ ഈ പുതിയ ഐഡന്റിറ്റിയിൽ അലീനയ്ക്ക് നിന്നെ ഓർമ്മയുണ്ടാവില്ല. അതിനെന്താ, പരിചയപ്പെട്ടാൽ പോരെ എന്ന മട്ടിലായിരുന്നു അർജ്. അർജ് അങ്ങനെ അലീനയെ പരിചയപ്പെട്ടു. അവര് വീണ്ടും ഇഷ്ടത്തിലായി. ഒന്നിച്ച് ഡേറ്റിന് പോയി. മുമ്പ് പോയ അതേ ലക്ഷറി റെസ്റ്റോറന്റിൽ. ഇത്തവണ വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഒരു കുഴപ്പമില്ലാതെ അർജ് ബില്ല് പേ ചെയ്തിറങ്ങി. അങ്ങനെ ഒരാഴ്ചക്കാലം കടന്നുപോയി. അർജുന് തിരികെ തന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരികെ പോകേണ്ട സമയമെത്തി. ഇതിനിടയിൽ ജെഫിന്റെ ജീവിതത്തിൽ വന്നേക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ അർജ് പണം കൊടുത്ത് ഒതുക്കുകയും ചെയ്തു. ഒടുവില് ഗബ്രിയേൽ അർജുനോട് ചോദിച്ചു, നോക്ക്, പണക്കാരുടെ ജീവിതം എന്തുമാത്രം ടെൻഷനുള്ളതാണെന്ന്. സാധാരണക്കാരെക്കാൾ കഷ്ടപ്പെട്ട അവര് ജീവിക്കുന്നത്. എന്ത് കഷ്ടപ്പാട്! അതാ സുഖജീവിതം. ഇഷ്ടമുള്ള വീട്, കാറ്, ഭക്ഷണം, എങ്ങോട്ടേക്ക് വേണമെങ്കിലും യാത്രയും പോകാം. ഗബ്രിയേലിന്റെ കണക്കുകൂട്ടല് മൊത്തത്തിൽ അങ്ങ് പാളി. പണക്കാരന്റെ പ്രഷറും ബുദ്ധിമുട്ടും അർജുന് താങ്ങാൻ പറ്റില്ല. തനിക്ക് പഴയ ജീവിതം മതി എന്നർജ് പറയുമെന്നാണ് ഗബ്രിയേൽ കരുതിയത്. പക്ഷേ അർജുൻ നിസ്സാരമായി പണം കൊണ്ട് മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു. മാത്രമല്ല, പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ പോലും അർജ് തയ്യാറുമല്ല. പഴയ ജീവിതത്തിലേക്ക് ഇനി മടങ്ങിയാലോ അവൻ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ മാർത്ത ഗബ്രിയേലിനെ ശിക്ഷിക്കും. ഗബ്രിയേൽ ആകപ്പെട്ടു. ഒടുവിൽ ഗബ്രിയേൽ മാർത്തയുടെ അടുത്തെത്തി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. മാർത്ത ഗബ്രിയേലിനെ കണക്കിന് ശകാരിച്ചു. മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, നീ തന്നെ വരുത്തിവെച്ച വലിയ പ്രശ്നമാണിത്. ഇതിന് നിനക്കെന്തായാലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷയായി നിന്റെ ചിറകുകൾ ഞാൻ എടുക്കുന്നു. അവനെ തിരികെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രമേ നിന്റെ ചിറകുകൾ നിനക്ക് തിരികെ കിട്ടൂ. ചിറകുകൾ നഷ്ടപ്പെട്ടതോടെ ഗബ്രിയേലും സാധാരണ മനുഷ്യനെ പോലായി. മാലാഖിയായിട്ടുള്ള പല ശക്തികളും ഗബ്രിയേലിന് നഷ്ടപ്പെട്ടു. ഗബ്രിയേലിന് ഇനി അപ്രത്യക്ഷനാവാനും സാധിക്കില്ല. എല്ലാ മനുഷ്യർക്കും ഗബ്രിയേലിനെ കാണാൻ സാധിക്കും. അടുത്ത ദിവസം അർജ് വലിയൊരു പാർട്ടി തന്നെ നടത്തിയിരുന്നു. ജഫാകട്ടെ അവിടെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഗബ്രിയേൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഗബ്രിയേൽ അർജുനോട് പറഞ്ഞു, നീ നിന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാത്തത് കാരണം എനിക്ക് എന്റെ ചിറകുകൾ നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ജഫ് ആ വഴി വരുന്നത്. ഗബ്രിയേൽ ജഫിന്റെ തോളിൽ തട്ടി. ഉടൻ തന്നെ ജഫിന് യഥാർത്ഥ ഓർമ്മകൾ തിരികെ കിട്ടി. താനെന്താണ് ഈ വേഷത്തിൽ, അർജന്ത ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ജഫ് ബോധം കെട്ടു വീണു. ബോധം വന്നപ്പോ ഗബ്രിയേൽ എല്ലാം ജഫിനോട് വിശദീകരിച്ചു. ജഫ് വളരെ വലിയ ദേഷ്യത്തിലായി. അർജുനോട് തിരിച്ചവന്റെ ജീവിതത്തിലേക്ക് പോവാൻ പറഞ്ഞു. പക്ഷേ അർജ് അതിനൊന്നും തയ്യാറല്ല. ജഫ് പറഞ്ഞു, എന്റെ ജീവിതം തിരിച്ചു തന്ന ഞാൻ നിനക്ക് $2 ലക്ഷം തരാം. ഓ, നിന്റെ $1 മില്യൺ ജീവിതം തിരിച്ചു തരാൻ വെറും 2 ലക്ഷം? ആർക്ക് വേണമത്? ഇടയ്ക്ക് കയറി ഗബ്രിയേൽ പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. ജഫ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജീവിതമാണ്. അത് തട്ടിയെടുക്കുന്നത് വലിയ തെറ്റാണ്. അർജുനും തന്റെ തെറ്റുകൾ അറിയാം. പക്ഷെ അവന് മടങ്ങിപ്പോവാൻ വയ്യ. ഒടുവിൽ അവൻ പറഞ്ഞു, എനിക്ക് ഒരാഴ്ച സമയം തരണം. അതിനുശേഷം ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരികെ പൊക്കോളാം. ജഫ് അതിനൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് അർജ് ഒരു കാര്യം ചെയ്യുന്നത്. അർജ് ജഫിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. മുമ്പ് ജഫ് അർജുനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടല്ലോ, അതിനൊരു പ്രതികാരം എന്ന മട്ടിലായിരുന്നു അത്. ജഫ് ആ കാലയളവിൽ പുറത്തുപോയി ജോലി ചെയ്യണമെന്നും അർജ് നിർദ്ദേശിച്ചു. അങ്ങനെ ജഫ് പുറത്തുപോയി. ഗബ്രിയേലിനും പോവാൻ മറ്റിടമൊന്നും ഉണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. ഗബ്രിയേലും ജെഫിന്റെ ഒപ്പം ചേർന്നു. അർജ് പണ്ട് താമസിച്ച ഹോട്ടലിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. സമയം രാവിലെയായി. ചെക്കൗട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് സ്റ്റാഫ് എത്തി. പക്ഷേ റൂമിന്റെ ബില്ല് കൊടുക്കണം, ഫുഡിന്റെ ബില്ല് പേ ചെയ്യണം. അത്രയധികം പണമൊന്നും ജെഫിന്റെ പക്കലുമില്ല. ഉണ്ടായിരുന്നതൊക്കെ നുള്ളിപ്പെറുക്കി ബില്ല് സെറ്റിൽ ചെയ്തു. മുമ്പോട്ടേക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം. ഒടുവില് മുമ്പർജ് ചെയ്തിരുന്ന അതേ ജോലി ചെയ്യാൻ ജെഫ് തയ്യാറായി. ഗബ്രിയേൽ എപ്പോഴും ജെഫിന്റെ കൂടെ തന്നെയുണ്ട്. എത്ര നേരം പണിയെടുത്താലും ആവശ്യത്തിന് പണം കിട്ടില്ല, അവശത മാത്രം ബാക്കിയാകും. രാത്രി ഹോട്ടൽ റൂം എടുക്കാനുള്ള പണം പോലുമില്ല. സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാട് ജെഫ് മനസ്സിലാക്കുക കൂടിയായിരുന്നു. ഇതേസമയം മറുവശത്ത് അർജാകട്ടെ ആ ഒരാഴ്ച കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ തീരുമാനിച്ചിരുന്നു. എലീനയെയും കൂട്ടി പാരീസിൽ ഒരു വെക്കേഷന് പോവാനാണ് അർജ് പദ്ധതി ഇട്ടത്. പക്ഷേ എലീന ഫ്രീ ആയിരുന്നില്ല. അവൾക്ക് ഇമ്പോർട്ടന്റ് ആയ കുറെ കാര്യങ്ങൾ, കുറെ ജോലികൾ തീർക്കാനുണ്ട് എന്ന് അർജുനോട് പറഞ്ഞു. അർജ് അപ്പോൾ വളരെ സമ്പന്നനായി നിൽക്കുകയാണല്ലോ, എന്തിനാ ഈ നക്കാപ്പിച്ച് കിട്ടുന്ന ജോലി എന്ന മട്ടിൽ അർജ് പറഞ്ഞപ്പോ എലീനയ്ക്കത് വല്ലാതെ ഇൻസൾട്ടായി തോന്നി. അവള് ദേഷ്യത്തിലും സങ്കടത്തിലും അർജുനടുക്കൽ നിന്ന് പോയി. അർജ് സോറി പറഞ്ഞെങ്കിലും അവൾ അതൊന്നും ചെവികൊണ്ടില്ല. അന്ന് ഏറെ വിഷമത്തോടെയാണ് അർജ് ഡ്രൈവ് ചെയ്തത്. ഇതിനിടയിൽ എലീനയ്ക്ക് സോറി ടെക്സ്റ്റ് മെസ്സേജും അർജ് അയക്കാൻ ശ്രമിച്ചു. പക്ഷേ രക്ഷിക്കാൻ ഗബ്രിയേൽ മാലാഗെ ഇല്ലല്ലോ. അർജുന്റെ കാർ ക്രാഷായി. ആക്സിഡന്റിൽപ്പെട്ട് അർജ് കോമയിലുമകപ്പെട്ടു. യഥാർത്ഥ പ്രതിസന്ധി, അർജ് കോമയിൽ നിന്നെഴുന്നേറ്റ് സ്വയം ജീവിതം മാറണമെന്ന് ചിന്തിക്കാതെ ജെഫിന് അയാളുടെ ജീവിതം തിരികെ കിട്ടില്ല. ഗബ്രിയേലിന്റെ ചിറകുകളും മാലാഗക്ക് തിരികെ ലഭിക്കില്ല. വിവരം മാർത്തയുടെ ചെവിയിലെത്തി. ഫോണും മറ്റും ഉപയോഗിച്ച് വാഹനാപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തലാണല്ലോ ഗബ്രിയേലിന്റെ യഥാർത്ഥ ജോലി. അർജുന അപകടം പറ്റിയതും ഗബ്രിയേലിന്റെ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ മാർത്ത ഗബ്രിയേലിന് അടുത്ത ശിക്ഷ കൂടി വിധിച്ചു. മാർത്ത ഗബ്രിയേലിനെ തൽക്കാലത്തേക്കൊരു മനുഷ്യനാക്കി മാറ്റി. മനുഷ്യരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെയും ഗബ്രിയേൽ കടന്നു പോകണം. ഗബ്രിയേൽ വീണ്ടും ജെഫിന്റെ അടുത്തെത്തി. മനുഷ്യനായി മാറിയതും ഗബ്രിയേലിന് വിശപ്പൊക്കെയുണ്ട്, ഭക്ഷണം കഴിക്കണം. ജെഫ് സഹായിച്ചു. പക്ഷേ ഭക്ഷണം എങ്ങനെ ചവയ്ക്കണം എന്നുപോലും ഗബ്രിയേലിന് അറിവുണ്ടായിരുന്നില്ല. ജെഫായിരുന്നു അത് പഠിപ്പിച്ചു കൊടുത്തത്. ആദ്യമായി ഗബ്രിയേൽ ഭക്ഷണം കഴിച്ചു. അവന് വല്ലാത്ത സന്തോഷവും തോന്നി. ഇതിനിടയിൽ ജെഫ് ഹോസ്പിറ്റലിൽ വിളിച്ച് അർജുനെക്കുറിച്ച് അന്വേഷിച്ചു. ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ കോമയിൽ നിന്നെഴുന്നേക്കാൻ സാധ്യതയുണ്ട്. അതറിഞ്ഞതും ജെഫ് അക്കാര്യം ഗബ്രിയേലിനോട് പറഞ്ഞു. ഇനി 2 ആഴ്ച കൂടി കഷ്ടപ്പെട്ടാൽ മതി. പക്ഷേ 2 ആഴ്ചയുണ്ട്. ശരിയാണ്, നിങ്ങളൊരു മാലാക തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ വയ്യ, നിങ്ങൾ കൂടി ജോലി നോക്കണം. ജെഫ് തന്റെ അവസ്ഥ വിശദീകരിച്ചു. ഒടുവിൽ ഗബ്രിയേലും ജോലി ചെയ്യാൻ തയ്യാറായി. ഒരു റെസ്റ്റോറന്റിൽ ഡിഷ് വാഷറായി ഗബ്രിയേലിന് ജോലി കിട്ടി. വൈകാതെ ജോലി ചെയ്തുവരെ ഗബ്രിയേൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ഒരു ദിവസം തള്ളി നീക്കാൻ എന്ത് പാടാണ് എന്ന് മാലാഖിയായ ഗബ്രിയേൽ വരെ ചിന്തിച്ചു. നാളുകൾ കടന്നുപോയി. അർജ് കോമയിൽ നിന്ന് എഴുന്നേറ്റു. നഴ്സ് അർജുനോട് പറഞ്ഞു, 2 പേർ നിരന്തരമായി നിങ്ങളുടെ കാര്യം അന്വേഷിക്കാറുണ്ട്. അത് ഗബ്രിയേലും ജെഫുമാണെന്ന് അർജുന് മനസ്സിലായിരുന്നു. അപ്പോഴാണ് അർജുൻ ഒരു ഐഡിയ ചിന്തിച്ചത്. കോമയിലായവർക്ക് അംനീഷ്യ വരാറുണ്ട്. തനിക്ക് ആക്സിഡന്റിന് ശേഷം അംനീഷ്യ സംഭവിച്ചു എന്ന് പറഞ്ഞ്, അതായത് മറവി സംഭവിച്ചു എന്ന് പറഞ്ഞ് അർജുൻ ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി. അങ്ങനെ ഇരിക്കെയാണ് ജെഫ് ചെയ്തിരുന്ന ഡെലിവറി ജോലി പോലും നഷ്ടപ്പെടുന്നത്. ജെഫാകെ ഇറിറ്റേറ്റ് ആവുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ജെഫ് വീട്ടിലെത്തിയപ്പോ അർജ് അവിടെയുണ്ട്. പക്ഷെ അർജാകട്ടെ ജെഫിനെ ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിച്ചു. ആക്സിഡന്റിന് ശേഷം തനിക്ക് മറവി സംഭവിച്ചു എന്നാണ് അർജ് പറയുന്നത്. ജെഫ് ആകെ ഇറിറ്റേറ്റഡ് ആയി. ഗബ്രിയേലിന്റെ അടുത്ത് ചെന്ന് കാര്യം അറിയിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഗബ്രിയേലിനും മടുത്തിരുന്നു. താനെല്ലാം ഉപേക്ഷിക്കുകയാണ് എന്ന മട്ടിൽ നിന്ന് ഗബ്രിയേലിനെ അങ്ങനെ തോറ്റ് പിന്മാറരുത് എന്ന് പറഞ്ഞ് ജെഫ് ചൂടുപിടിപ്പിച്ചു. ഇതിനിടയിൽ ജെഫിന്റെ കാറാകട്ടെ പോലീസ് ടോ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ജെഫിന് മുമ്പിൽ മറ്റൊരു വഴികളുമില്ല. ഗബ്രിയേലിനടുക്കൽ ജെഫ് നിരാശയോടെ നിന്നു. ഒടുവിൽ ആ ആശയം പറഞ്ഞു, എന്ത് ചെയ്യണമെങ്കിലും പണം വേണം. വീട്ടിലെ സേഫ് ലോക്കറിൽ എന്റെ ലക്ഷറി വാച്ചുകളുണ്ട്, അതെടുത്ത് വിറ്റാൽ പണം കിട്ടും. ആ സേഫ് ലോക്കറിന്റെ പാസ്വേഡ് എന്തായാലും അർജുൻ അറിയാൻ വഴിയില്ല. അതെടുക്കാൻ തീരുമാനിച്ച് ഗബ്രിയേലും ജെഫും കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടു. അർജാകട്ടെ ഇതേ സമയം വീട്ടിൽ വലിയൊരു ബർത്ത്ഡേ പാർട്ടി നടത്തുകയായിരുന്നു. അത് കണ്ടതും ദേഷ്യത്തിൽ ജെഫ് പറഞ്ഞു, അവരെന്റെ ജീവിതം മാത്രമല്ല എന്റെ ബർത്ത്ഡേ പോലും മോഷ്ടിച്ചിരിക്കുന്നു. വീട്ടിൽ
കയറി ജെഫ് വാച്ച് എടുത്തപ്പോ ഗബ്രിയേൽ ചോദിച്ചു, മോഷ്ടിക്കുന്നത് തെറ്റല്ലേ? ആർക്കാ മോഷണം? എന്റെ സ്വന്തം വാച്ചുകൾ ഞാൻ തന്നെ എടുക്കുന്നു, ഇതെങ്ങനെ മോഷണമാകും? അതായിരുന്നു ജെഫിന്റെ മറുപടി. ബർത്ത്ഡേ പാർട്ടി തകർക്കുകയാണല്ലോ. അവിടുത്തെ കാറ്ററിംഗ് ടീമിൽ അലീന ജോലിക്കാരിയായി എത്തിയിട്ടുണ്ടായിരുന്നു. അർജ് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അലീന മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് അവനോട് സംസാരിക്കണമെന്ന് പോലുമില്ല. പണക്കാരനായിട്ടും അർജേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവനെ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. പാർട്ടി അവസാനിക്കാറായിരുന്നു. എലീന തന്നോട് അങ്ങനെ പെരുമാറുന്നതിൽ അർജ് നിരാശയിലാണ്. താൻ വിളിച്ചു വരുത്തിയിരുന്ന പണ്ട് തന്നെ പോലെ നടന്നിരുന്ന ലിയോണാർഡിനടുക്കൽ അർജ് തന്റെ കാമുകിയുടെ സ്നേഹം തനിക്ക് ലഭിക്കാത്തതിനെ പറ്റി പറഞ്ഞു. ലിയോണാർഡ് അർജുനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ പാർട്ടി അവസാനിച്ചു. എല്ലാവരും പിരിഞ്ഞുപോയി. അർജ് തനിച്ചാണെന്ന് കണ്ടപ്പോ എലേന അവിടെ നിന്നു. എലേന പിന്നാലെ അർജുനോട് സംസാരിച്ചു. തന്റെ ജോലി പോയെന്നും അപ്പാർട്ട്മെന്റ് നഷ്ടപ്പെട്ടെന്നും താനിപ്പോ കാറിലാ ജീവിക്കുന്നത് എന്നും അവൾ അവനെ അറിയിച്ചു. കൂട്ടത്തിൽ തനിക്ക് പാരീസിലേക്ക് പോവാൻ താല്പര്യമൊന്നുമില്ലാതിരുന്നിട്ടല്ല, പക്ഷേ യൂണിയൻ ഉണ്ടാക്കാനും തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു. സാധാരണക്കാർ റോബോട്ടിക്സ് ഒക്കെ വരുമ്പോ ജോലി നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടിയായിരുന്നു അത്. എന്റെ ആ കഷ്ടപ്പാടുകളെയാണ് നീ വില കുറച്ചു കണ്ടത്. തന്റെ തെറ്റെന്തെന്ന് അർജപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എലേന അവിടുന്ന് പോയി. അർജ് പിന്നാലെ ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഈ സമയമാണ് ജെഫ് കൃത്യമായി അങ്ങോട്ടേക്ക് കടന്ന് വാച്ചുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. വീടിനകത്ത് അനക്കം കേട്ട് അർജ് ഞെട്ടിയുണർന്നു. കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് തോക്കെടുത്ത് വെടിയുതിർത്തു. ജെഫിന്റെ കയ്യിൽ വെടിയേറ്റിരുന്നു. ജെഫാണെന്നത് കണ്ടതും അർജ് അറിയാതെ, ജെഫ്, ഇത് നിങ്ങളായിരുന്നോ? നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് ആദ്യം വെടിവെക്കുക എന്നിട്ട് സംസാരിക്കുകയെന്ന്? അതാ ഞാൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. അർജ് അറിയാതെ ആ ആവേശത്തിൽ പറഞ്ഞുപോയി. അവന്റെ മറവിയെല്ലാം വെറും തട്ടിപ്പായിരുന്നെന്ന് അതോടെ വെളിപ്പെടുകയാണ്. പിന്നാലെ അവർ ആശുപത്രിയിലെത്തി. ഒടുവിൽ തിരികെ തന്റെ ജീവിതത്തിലേക്ക് പോകാൻ അർജ് തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഗബ്രിയേൽ പക്ഷേ അർജുനോട് പറഞ്ഞു, നിനക്കിപ്പോഴും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നീ നിന്റെ ജീവിതത്തിന്റെ വില ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ജെഫിനെയോർത്ത് നിനക്ക് കുറ്റബോധം മാത്രമേയുള്ളൂ. ജെഫ് ഉടനൊരു സജഷൻ വെച്ചു. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂവർക്കും ഒന്നിച്ചു ജീവിക്കാം. കൃത്യമായ നിമിഷം വരുമ്പോൾ മാത്രം നീ തിരികെ പോയാൽ മതി. പിന്നീട് അങ്ങോട്ടേക്ക് അർജും ഗബ്രിയേലും ജെഫും ഒന്നിച്ച സന്തോഷത്തോടെ ആ വീട്ടിൽ ജീവിക്കാൻ ആരംഭിച്ചു. സന്തോഷവും സമാധാനവും കളിച്ചിരികളും ഒക്കെയായി നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഗബ്രിയേലിന്റെ മുമ്പിലേക്ക് മാർത്ത എത്തിച്ചേർന്നു. മാർത്ത പറഞ്ഞു, ഞാനെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നീയൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ചിലപ്പോഴെങ്കിലും ഒരു മാലാഖയുടെ ആവശ്യമുണ്ടാവാറില്ല. അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് വഴികാട്ടാൻ മറ്റൊരാൾ കടന്നു വന്നാൽ പോലും മതി. മാർത്തയുടെ വാക്കുകൾ ഗബ്രിയേലിന് അത്രയ്ക്കങ്ങ് മനസ്സിലായിരുന്നില്ല. എന്തായാലും അന്ന് കുറച്ചു കഴിഞ്ഞ് അവരൊന്നിച്ച് പുറത്തുപോയി. ഭക്ഷണം കഴിക്കാൻ ഒരു ലോക്കൽ സ്റ്റാളിൽ ഇരിക്കുമ്പോ അവിടെ എത്തിയ എലേനയെ അർജ് കണ്ടു. അർജുനടുക്കൽ എലേന പറഞ്ഞു, ഞാൻ വീണ്ടും നമ്മുടെ ആ യൂണിയൻ ഉണ്ടല്ലോ, അത് ശക്തിപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റോബോട്ടുകളെ ഇറക്കി തങ്ങളുടെ ജോലികളെന്ന നയത്തിനെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനം. അന്ന് രാത്രി ഡാൻസ് പാർട്ടിയിൽ അവരൊന്നിച്ച് ഡാൻസ് ചെയ്ത് തകർത്തു. പക്ഷേ ഗബ്രിയേൽ മാത്രം ദുഃഖിതനായി കാണപ്പെട്ടിരുന്നു. അർജ് പിന്നാലെ ഗബ്രിയേലിനോട് സംസാരിച്ചു. പഴയ ജീവിതത്തിലേക്ക് പോകാനുള്ള പേടിയെപ്പറ്റിയൊക്കെ അർജ് പറഞ്ഞു. അപ്പോൾ ഗബ്രിയേൽ മറുപടി കൊടുത്തു, മാലാഖയിൽ നിന്നും ഒരു മനുഷ്യനായപ്പോ ഞാൻ ഒരുപാട് ഭയപ്പെട്ടിരുന്നു, എന്ത് ചെയ്യുമെന്നൊക്കെ. പക്ഷേ ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്യാൻ പതിയെ പതിയെ പഠിച്ചു. കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും സ്നേഹിച്ചു. എന്റെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ വരുത്തി. ഒരുപക്ഷെ എനിക്കാകെയുള്ള ദുഃഖം ഞാനല്ലാതെ അസ്രായേലോ മറ്റോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കിതിലും നല്ലത് സംഭവിക്കുമായിരുന്നു എന്നതാണ്. പക്ഷെ അങ്ങനല്ലെന്ന് അർജ് പറഞ്ഞു. ഗബ്രിയേൽ ചെയ്ത സഹായങ്ങൾ ഒരിക്കലും മറക്കില്ലെന്നും താൻ എന്റെ ജീവിതത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നും അവൻ വ്യക്തമാക്കി. തന്റെ പഴയ ജീവിതത്തിൽ ഒരു ചാൻസ് കൂടി എടുത്തു നോക്കണം എന്ന മട്ടിലും അർജ് കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. അർജ് വീണ്ടും പഴയ പാർക്കിംഗ് ലോട്ടിൽ എത്തപ്പെട്ടു. തിരിച്ചറിവിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അർജും ജെഫും വീണ്ടും സ്വിച്ചായി കഴിഞ്ഞു. അർജ് തന്റെ പഴയ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അർജുന്റെ കാറ് ടോ ചെയ്ത് കൊണ്ടുപോയ ആ നിമിഷമുണ്ടല്ലോ, അങ്ങോട്ടേക്ക് തന്നെയായിരുന്നു അർജ് തിരികെ എത്തിയത്. അർജ് കാർ എടുക്കാൻ ചെന്നപ്പോ തന്റെ ഫൈനൊക്കെ മറ്റാരോ പേ ചെയ്തിട്ടുണ്ട്. ആ പേ ചെയ്തത് ജെഫായിരുന്നു. പിന്നാലെ അർജ് തന്റെ അച്ഛനെ വിളിച്ചു. താൻ അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമൊക്കെ അച്ഛനടുക്കൽ തുറന്നു സംസാരിച്ചു. എല്ലാം ശരിയാകും മോനെ എന്നായിരുന്നു അച്ഛന്റെ മറുപടി. മറുവശത്ത് ജെഫാകട്ടെ ജെഫ് ഉടമയായിരുന്ന മേജർ ഷെയർ ഹോൾഡർ ആയിരുന്ന ഫുഡ് ഡെലിവറി ആപ്പ് ഉണ്ടല്ലോ, അതിന്റെ മീറ്റിംഗ് നടന്നപ്പോ എല്ലാ
എല്ലാവരുടെയും മുമ്പിലും അവിടുത്തെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടുന്ന ആനുകൂല്യത്തെപ്പറ്റിയും മറ്റു കാര്യങ്ങളും സംസാരിച്ചു. ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കൊണ്ട് സാധാരണക്കാരായ ജോലിക്കാർക്ക് നല്ല ജീവിതം ജീവിക്കാൻ പറ്റില്ലെന്നും മുതലാളിമാർ മാത്രം ജീവിച്ചാൽ പോരല്ലോ, തൊഴിലാളികളും ജീവിക്കണ്ടേ എന്ന് ജെഫ് പറഞ്ഞു വെച്ചു. കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്റെ അനുഭവം കൊണ്ട് ജെഫ് അത് മനസ്സിലാക്കിയിരുന്നു. കുറച്ച് നാളുകൾ കൂടി മുമ്പോട്ടേക്ക് പോയി അർജ് താൻ ആഗ്രഹിച്ച പോലെ ചെറിയ ടാസ്കുകൾ, ഡെലിവറി ജോലികൾ ഒക്കെ ചെയ്യുന്ന ഗിഗ് വർക്കേഴ്സിനെ പറ്റി ഡോക്യുമെന്ററി ചെയ്യാൻ ആരംഭിച്ചു. മാത്രമല്ല അലീനയുമായി അർജ് നല്ല റിലേഷൻഷിപ്പിലായി. അവരുടെ വിവാഹവും നടന്നു. സന്തോഷത്തോടെ അവരുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോ ഇതിനൊക്കെ സാക്ഷിയായി ഗബ്രിയേൽ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ രസകരമായ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.